ഞാൻ തൊഴിലെടുത്ത് റോയൽ കസ്റ്റമർ സ്കാവൻഡർ. നമ്മൾ കാണിക്കുന്ന ഒരു സി ഐ എഞ്ചിനാണ്. ഹെഡ് ഗാസ്കറ്റ് പോയ വണ്ടിയാണ് കേട്ടോ. ഹെഡ് ഗാസ്കറ്റ് ഇവിടെ ഇവിടെ തള്ളി വെളിയിലേക്ക് വന്നു. ഇതൊക്കെ ഗ്യാപ്പ് ആയിട്ടുണ്ട്. ഇതിന്റെ ത്രെഡ് മുകളിലേക്ക് വന്നു. ഒരു ടൈറ്റ് ചെയ്താന്ന് തോന്നുന്നത്. ത്രെഡ് മുകളിലേക്ക് ചാടിയതാണിത്. ഇതുണ്ടല്ലേ. ഇപ്പൊ പഴയ വണ്ടി സി എഞ്ചിനൊക്കെ നോക്കുന്ന ആളുകൾക്ക് മെയിൻ വരുന്ന വിഷയങ്ങളാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കേട്ടോ. കാരണം മിക്കവാറും ത്രെഡുകളൊക്കെ വർക്കെടുത്ത് ത്രെഡ് പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഓവർ സൈസ് സ്റ്റഡ് ഇട്ടിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ അവിടെ എക്സ്ട്രാ ത്രെഡ് ചെയ്തായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വല്ലാതെ സി എഞ്ചിനിൽ കാണാം. ചില ആളുകളൊക്കെ കമന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സി എഞ്ചിനെടുത്ത് പെട്ടു, പണിത് മതിയായി എന്നുള്ളതൊക്കെ. അത് ശരിക്കും പറഞ്ഞൊരു വാസ്തവമാണ്. സി എഞ്ചിൻ എന്നുള്ള കൂടുതലും ഏറ്റവും നല്ല പിന്നെ B1 G2 വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളും അതേമാതിരി ശേഷം വന്നിട്ടുള്ള 2005 വരെ വന്ന വണ്ടികളൊക്കെ ഈ ഒരു വിഷയങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ B1 G2 എന്ന് പറഞ്ഞ ഒരു ക്രേസ് ആണ് ആളുകൾക്ക്. അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ക്രേസിൽ കൊണ്ടെടുക്കല്ലേ ഉള്ളൂ. പക്ഷേ പുതിയൊരാൾ സി എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ 2005 2009 വരെയുള്ള വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടികൾ മാത്രം സെലക്ട് ചെയ്യാൻ നോക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. കാരണം ഇത് അയച്ചിട്ട് കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ.